വെറുപ്പിന്റെ കൂട്ടരുടെ പ്രശ്നം വെറുപ്പ് തന്നെയാണ്, അല്ലാണ്ട് മറ്റൊന്നും അല്ലല്ലോ. ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു അവരുടെ ജീവിത പ്രശ്നത്തിൽ ഈ പറയുന്ന ശശികലയോ RV ബാബുവിനെയോ ഗുരുമൂർത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാഷ്മിക്ക് ഇന്നുവരെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ എവിടെയെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഇവര് ഈ നാടിനു വേണ്ടി എന്തെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ട് ഇവരാരെങ്കിലും? പക്ഷെ എവിടെയെങ്കിലും ഈ ക്ഷേത്രത്തിൽ മലമെറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി നടക്കുന്നവരാണിവർ. ഓർമ്മയില്ലേ 2019 മലപ്പുറത്ത് ഒരു ക്ഷേത്ര മുതലിനകത്തേക്ക് മനുഷ്യ അമേദ്യം വലിച്ചെറിഞ്ഞത്? പിടിയിലായത് ആരാ? RSSകാരാണ്. അങ്ങനെ എവിടെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയത ഉണ്ടാക്കി മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ചില എന്താ പറയുക ഈച്ചകളാണ് ഇതൊക്കെ. ഇവര് നാടിനെ ഏറ്റവും വലിയ വിഷപ്രാണികളാണ്. അവരെയൊക്കെ ഇപ്പം ഈ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ വിഷപ്പാമ്പുകളൊക്കെ ഇറങ്ങി വരുന്നത്. അതുപോലെ ഇറങ്ങി വരുന്ന കുറച്ച് വിഷപ്പാമ്പുകളുണ്ട്. അവരെവിടെ കിടന്ന് കുരയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. ഹാഷ്മി അവരെയൊന്നും നന്ദഗോപൻസിനെയും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരെയൊന്നും സൈബർ ആക്രമണം കൊണ്ടൊന്നും ഇവർക്ക് തോൽപ്പിക്കാന്ന് വിചാരിക്കരുത്. അവരൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് പാടിയപ്പോൾ അവിടെ ഇരുന്ന മനുഷ്യർ മുഴുവൻ കൈയടിച്ച് അവര് ഒരു പ്രോത്സാഹിപ്പിക്കായിരുന്നില്ലേ ഭക്തിസാന്ദ്രമായിട്ട്? എവിടെയോ കുഴപ്പം? കേരളം അങ്ങനെയല്ലേ? കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും നല്ലൊരു കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ നോക്കുമ്പോ പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ വന്ന് കുറെ പേര് പറയാം, നിങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഹിന്ദു ഗാനം പാടാൻ പറ്റുമോ? ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പാടുന്ന പാട്ടുകളുണ്ട്. എത്ര പാട്ടുകൾ